രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുമ്പോൾ പിന്നെ ഇന്നലെ വരെ എത്തുമോ എന്നുള്ളതായിരുന്നു. എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന രീതിയിലേക്കായിരുന്നു ആകാംക്ഷ. ഏതായാലും രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തേണ്ടതല്ലേ? എത്തിയാൽ എന്ത് സംഭവിക്കാനാണ്? ഇന്ന് ഒരു പ്രത്യേക പ്രാധാന്യം കൂടെ നിയമസഭാ സമ്മേളനത്തിനുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്ന VS അച്യുതാനന്ദൻ്റെയും അല്ലെങ്കിൽ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA ഇവരുടെ മരണത്തിലെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇന്നത്തെ ചടങ്ങിന്റെ പ്രത്യേകത. സാധാരണഗതിയിൽ അച്യുതാനന്ദനെ പോലെ ഒരാൾ മരിച്ചപ്പോൾ അല്ലെ അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള അനുശോചന രേഖപ്പെടുത്തലായിരിക്കണം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടേണ്ട വസ്തുത. പക്ഷെ ദൗർഭാഗ്യവശാൽ എല്ലാ മാധ്യമങ്ങളും പുറകെ പോയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനക്കേസിന്റെ പുറകെയാണ്. ചില മാധ്യമങ്ങൾ അത്ര വികൃതമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ എടുത്തു പറയാൻ കാരണം, ഇന്ന് കേരളത്തിലെ പ്രമുഖ പത്രമായ ഒരു ചാനൽ, പത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ, അത് ഞാൻ പേര് പറഞ്ഞതിന് വേണ്ടി അവർ പരസ്യമായിട്ട് പറഞ്ഞ കാര്യം നമുക്കും പരസ്യമായിട്ട് പറയാം. മനോരമ ചാനലിൻ്റെ ഒരു ആങ്കർ ഇന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ എത്രമാത്രം അപഹസിക്കാമോ ആ രീതിയിലെല്ലാം അപഹസിച്ചുകൊണ്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭഛിദ്ര കേസാണെന്ന് പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ പേരിലാണ് ഗർഭഛിദ്ര കേസുണ്ടോ അതിൻ്റെ പേരിലാണ് മാറ്റി നിർത്തിയെന്ന് ഇയാളോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടോ? ഒരു CPM പറയുന്നതല്ലാതെ വേറെ ആരാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കേസുണ്ട് എന്ന്? അത് മനോരമയുടെ ലേഖനത്തെ കൺഫേം ചെയ്ത് പറയാണ് ഗർഭഛിദ്ര കേസാണ്. സാർ കേട്ടായിരുന്നോ? അപ്പോൾ അങ്ങനെ വാർത്ത പറയുന്ന ഈ മാധ്യമങ്ങളുണ്ട്. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ. അപ്പോൾ ഒരു മനുഷ്യൻ, രാഹുൽ മാങ്കൂട്ടം തകർന്ന എല്ലാവരും വിമർശിച്ച് ഒന്നും അല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ആ മനുഷ്യൻ്റെ കേസ് എന്നതാ പറയട്ടെ, കൃത്യമായിട്ട് പറ. ഇന്ന ഇത്രാന്തി ഇന്ന സ്റ്റേഷനിൽ അല്ലെ ഇന്ന പരാതി കൊടുത്തില്ല, അത് പറയുന്നില്ല. ഈ പത്രപ്രവർത്തകർ ചെറുപ്പക്കാരാണ് അയാൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നുള്ളതാണ്. അയാൾക്ക് മനോരമ പോലൊരു പത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാകാത്തത്. അരുൺകുമാറിനെ തോൽപ്പിക്കുക ഉറപ്പായിട്ടും റിപ്പോർട്ടർ ടിവിയുടെ അരുൺകുമാറിനെ തോൽപ്പിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആളാണ്. അത് അയാളുടെ സംസാരത്തിൽ മനസ്സിലായി, കുറേ സംസാരത്തിൽ മനസ്സിലായി. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ മാധ്യമ പ്രവർത്തകർ സ്വന്തമായിട്ട് മറ്റ് ക്രിയേറ്റീവായിട്ട് ഒരു വാർത്തയും സൃഷ്ടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു വാർത്ത ക്രിയേറ്റീവായിട്ട് അവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, ഖത്തറിൻ്റെ ആക്രമണം, വേണ്ട അമീബിക് മസ്തിഷ്ക ജ്വരം 8, 10, 9, 20 പേര് വെച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം. അതിനെപ്പറ്റി പറയുന്നുണ്ടോ? പക്ഷേ കോവിഡ് കാലത്ത് ശൈലജ ആയിരുന്നപ്പോഴത്തേക്കും കോവിഡ് മഹാത്മ്യം വിളമ്പലായിരുന്നു ഇവിടെ എല്ലാം തൊഴിൽ. ശൈലജ ആണ് ഇതെല്ലാം പരിഹരിക്കുന്നുള്ള മട്ടിൽ പിന്നീട് അത് പിണറായി വിജയൻ്റെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തു. അതെല്ലാം ഇവർ മൂകസാക്ഷിയായിട്ട് റിപ്പോർട്ട് ചെയ്തവരുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടാത്ത അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഖത്തറിൽ ഉണ്ടായ ഇസ്രായേലിലെ ബോംബാക്രമണം, അതിനെക്കുറിച്ചൊരു ചർച്ച പോലും സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടം ആരുടെയൊക്കെ കൂടെ പോയി, എത്ര പെണ്ണുങ്ങളുടെ കൂടെ പോയി എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മാധ്യമ സംസ്കാരം തകർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തിക്കഴിയുമ്പോൾ കോൺഗ്രസിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന, ഭരണപക്ഷത്തും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? ഇത് ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിലെത്തി സെപ്പറേറ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അവിടെ ഒരു വലിയ അപകടം, കോൺഗ്രസിനേക്കാൾ അപകടം കാത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിലാണ്, പിണറായി വിജയനാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് മാറിയിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇടത്തോട്ടും വലത്തോട്ടും നോക്കുമ്പോൾ കാണുന്ന കുറേ മുഖങ്ങളുണ്ട്. മന്ത്രിസഭ ബെഞ്ചിലേക്ക് ട്രഷറി ബെഞ്ച് നോക്കുമ്പോൾ കാണുന്ന മുഖങ്ങളുണ്ട്. ഗണേശൻ്റെ മുഖം കാണാതിരിക്കാൻ പറ്റുമോ? മുകേഷിന്റെ മുഖം കാണാതിരിക്കാൻ പറ്റുമോ? കടകംപള്ളി സുരേന്ദ്രന്റെ മുഖം കാണാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പല മുഖങ്ങൾ ശശീന്ദ്രന്റെ മുഖം കാണാതിരിക്കാൻ പറ്റുമോ? ഈ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സെപ്പറേറ്റ് ബെഞ്ചായിട്ടിരിക്കുന്നത്. ഇവരെല്ലാം ഏത് ബെഞ്ചിലായിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തെ ഈ കാര്യത്തിൽ സെപ്പറേറ്റ് ബെഞ്ചാക്കി ഇരുത്തണമെങ്കിൽ മുകേഷിനൊക്കെ എഴുതിയിരിക്കുന്നത് ഇവർ ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ്. മറ്റേ മുകേഷിന്റെ കൂടെ ഇരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ വിചാരിക്കേണ്ടി വരും. മുകേഷിനെ മാറ്റിയിരുത്തണ്ടല്ലായിരുന്നു, കടകംപള്ളിയെ മാറ്റിയിരുത്തണ്ടല്ലായിരുന്നു, ശശീന്ദ്രനെ മന്ത്രിയായിട്ട് പോട്ടെ അവിടെ മാറ്റി. ആ കോലാഹലം ഇവിടെ ഉണ്ടാക്കി തരാം. ഏതാനും പത്രപ്രവർത്തകർ ഉണ്ടാക്കിയ കോലാഹലം, ഇത് വിൽക്കാൻ പറ്റുന്ന സാധനമാണ് കണ്ടുകൊണ്ട് എല്ലാവരും മാർക്കറ്റിൽ നിന്ന് മേടിച്ച് മറിച്ച് വിൽക്കാൻ നോക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിന്റെ കയ്യിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മേടിച്ച് അല്ലെങ്കിൽ പീഡനക്കഥ മേടിച്ച് അത് മറിച്ച് വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണ് ഓരോ ചാനലുകാരും, യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ. ഒന്ന് കൂട്ടിക്കോ. ആ അവസ്ഥ ഇവിടുത്തെ ഭരണപക്ഷം ഇത് എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? ഭരണപക്ഷത്തിന് ഞങ്ങളുടെ നിയമസഭാകക്ഷിയിലുള്ള ആളല്ല, പിന്നെ അവർ എന്നെ ഇപ്പം അഭിപ്രായം ഭരണപക്ഷം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? മുകേഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? മുകേഷിന് അവിടെ നിയമസഭയിൽ സംസാരിക്കാൻ അവസരം കൊടുത്താൽ, കടകംപള്ളിക്ക് സംസാരിക്കാൻ അവസരം കൊടുത്താൽ, ഗണേശൻ മറുപടി പറയാൻ ഏറ്റാൽ അവിടെ എല്ലാം വിട്ടിലാകുന്ന ആരാ? ഇവർക്കൊരവസരം കൊടുത്താൽ വിട്ടിലാകുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെ അരിമ ശിക്ഷ തന്നെയാണ്.
കാരണം പിണറായി വിജയൻ അവരെ തള്ളിപ്പറയാൻ പറ്റിയിട്ടില്ല. അതിനുള്ള തൻ്റെ ഇടം പിണറായി വിജയൻ ഇല്ല. അത് കോൺഗ്രസ് കാണിച്ചു. തെറ്റാണെങ്കിലും ശരിയാണല്ലോ, തള്ളിപ്പറയണമായിരുന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് കോൺഗ്രസ് കാണിച്ചു. എന്താണേലും സത്യം പുറത്തു വരുമ്പോൾ ആരാ ശരി നമുക്കറിയാൻ പറ്റും. സതീശനായിരുന്നോ ശരി, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരുന്നോ ശരി, രാഹുൽ മാങ്കൂട്ടായിരുന്നോ ശരി എന്നറിയാൻ പറ്റും. ആ സത്യം ഇതുവരെ സംഭവിച്ച കാര്യം ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇനിയോ? ഇനി സംഭവിക്കുന്നത് പിണറായി വിജയൻ ഫോഴ്സ് ചെയ്യപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് ഫയൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും റിമാൻഡ് ചെയ്യിക്കാനുള്ള എല്ലാ ശ്രമവും പിണറായി വിജയൻ നടത്തും. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം എവിടുന്നുണ്ടാകണം? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം കോൺഗ്രസിന് ഡയറക്റ്റായിട്ട് സംഭവിക്കാൻ പറ്റില്ല. ഇപ്പോൾ CPM-കാരുടെ എല്ലാ കേസുകളിലും, എത്ര അഴിമതി കേസായാലും പീഡന കേസായാലും എല്ലാ കേസിലും പാർട്ടി ഇടപെടുകയും പ്രഗത്ഭരായ വക്കീലന്മാരെ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ എൻഗേജ് ചെയ്യിക്കാൻ പാർട്ടി തന്നെ ചെയ്യും. ഇവിടെ കോൺഗ്രസ് അതിന് തയ്യാറാകില്ല. CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമാണ്. CPM അവരുടെ പ്രതികളെ ഏതെങ്കിലും കേസിൽ, ക്രിമിനൽ കേസിലോ സിവിൽ കേസിലോ പ്രതികളാകുന്നവരെ ന്യായീകരിക്കാൻ CPM തന്നെ മുന്നിട്ടിറങ്ങും. അത് PSS ആണെങ്കിലും PKSS ആണെങ്കിലും മുന്നിട്ടിറങ്ങും. പക്ഷേ കോൺഗ്രസ് അങ്ങനെ മുന്നിട്ടിറങ്ങിയില്ല. രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ആരും മുമ്പിട്ടിറങ്ങിയിട്ടില്ല. ഉണ്ടോ? അല്ലെ രാഹുൽ മാങ്കൂട്ടത്തെ ശിക്ഷിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല. അപ്പൊ സാറ് പറയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പിണറായി വിജയൻ അല്ല, അല്ലെങ്കിൽ പിണറായിനെ എവിടെ നിൽക്കും? കാരണം അല്ലെ മുകേഷിനെ പുറത്താക്കണം, കടകംപള്ളിയെ പുറത്താക്കണം. അപ്പൊ ഞാൻ കാണുന്നത് തൽക്കാലത്തേക്ക് തൊലി രക്ഷിക്കാൻ, തൊലിക്ക് എത്ര കട്ടിയുണ്ടോ ആ കട്ടിയൊക്കെ പോയി പിണറായി വിജയൻ തൊലി രക്ഷിക്കാനെങ്കിലും കടകംപള്ളിക്കോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു CPM-കാരനെതിരായിട്ടോ നടപടിയെടുക്കാൻ പിണറായി നിർബന്ധിതനാകുമെന്നാണ് ഞാൻ, സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ പിണറായി നിർബന്ധിതനാകുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. എങ്കിൽ മാത്രമേ ഒരു അക്യൂസിങ് ഫിംഗർ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചൂണ്ടാൻ പറ്റുള്ളൂ. അപ്പൊ കടകംപള്ളിക്കെതിരെ ഒരു കേസ് കെട്ടിച്ചമയ്ക്കപ്പെടും. കടകംപള്ളി മാത്രമല്ല, അടുത്ത വർഷം ആർക്കെങ്കിലും വരെ. ഗണേശനെതിരെ, ഗണേശനെ മന്ത്രിസ്ഥാനം രാജിവെക്കും. ഗണേശ് വേറെ കക്ഷിയില്ലേ? വേണം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പറയാം. ഞാൻ 2-3 മാസം ശശീന്ദ്രൻ രാജിവെക്കാൻ പറയാം. ശശീന്ദ്രൻ രാജിവെക്കാൻ ഇപ്പം മൂട്ടിൽമാർക്കാർക്കൊക്കെ ഭയങ്കര വിഷമാകും, റിപ്പോർട്ടറിന്റെ വിഷമാവും. എന്നാൽ പോലും ഏതെങ്കിലും ഒരു ബലിദാനിയെ ഇടതുപക്ഷത്തിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാരാണെന്നുള്ളത് കാത്തിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബലിദാനിയെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ മൂക്കുകൊണ്ട് പിണറായി വിജയൻ ഇച്ഛ വരയ്ക്കുന്നതിന് തുല്യമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം.